ഹായ് ഗൈസ്, യുദ്ധം ജയിച്ച പോരാളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാണാൻ വഴിയില്ല. എന്നാൽ പിന്നെ ഇത് കണ്ടു. ഒരാൾ ഞാനാണ്. എന്താണെന്നല്ല പറയാം. വെള്ളിയാഴ്ച നല്ലൊരു ബിരിയാണി. ഖത്തറിൽ ഒരുവിധം എല്ലാവരും ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, വെള്ളിയാഴ്ചയല്ലേ നല്ലൊരു ബിരിയാണി കഴിക്കാം. അങ്ങനെ എവിടെ പോകുമെന്ന് ആലോചിച്ചിട്ട് നോക്കുമ്പോൾ കാണും ഒരു പ്രമുഖ ബ്ലോഗർ ഇട്ടേക്കുന്നുണ്ട്, തലശ്ശേരി ദം ബിരിയാണി, അങ്ങനത്തെ ബിരിയാണി, 3000 പേർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്ലോഗ് കണ്ടു. കാണാൻ നല്ല രസമുണ്ട്. പുതിയ തുടങ്ങിയതാണ്. ബറ വില്ലേജിൽ സഫാരി എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ട് BMR ബിരിയാണി മഖനി റെസ്റ്റോറൻറ്റ്. എന്നാൽ പിന്നെ അവിടെ പോയിട്ട് നല്ലൊരു ബിരിയാണി കഴിക്കാം. അതും ലഗോൺ തന്നെ കഴിക്കാം. ലഗോണൊക്കെ എപ്പോഴും എല്ലായിടത്തും എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ കണ്ടത് എനിക്കൊന്ന് ക്യുസയിലുണ്ടായിരുന്നു, പിന്നെ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. എന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 11:30 ആകുമ്പോഴേക്കും നമ്മൾ സെറ്റിങ് തുടങ്ങും, പിന്നെ പള്ളി കഴിഞ്ഞ് വന്നിട്ട് ഒരു 12:30 നമ്മൾ കൊടുക്കും. അപ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല സീറ്റൊക്കെ ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ നല്ല ക്യൂ ഉണ്ടാവും ഒക്കെ പറഞ്ഞു. ഓക്കെ, നമ്മളൊരു 11:45 ആകുമ്പോഴേക്കും അവിടെ എത്തി. 48 ഡിഗ്രി ചൂട്. ഉയ്യോ, അതിന് ഇറങ്ങി നോക്കുമ്പോൾ നിൽക്കാൻ സ്ഥലമില്ല, ഗംഭീര തിരക്ക്. അങ്ങനെ 12:30 കഴിഞ്ഞപ്പോൾ അകത്ത് കയറാൻ സ്ഥലമില്ല. വേർത്ത് കുളിച്ച് പുറത്ത് 10 മിനിറ്റ് നിന്ന് അകത്ത് കയറിയപ്പോൾ കാണാം ഒരു രക്ഷയില്ല. മേലെ കയറിയ ആൾക്കാരൊക്കെ സീറ്റ് ഉണ്ട്, കുറേ ആളിരുന്ന്, കുറേ ആൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. താഴെ ക്യൂ വേറെ, മൊത്തം പ്രശ്നം. ബില്ലടിച്ചവർ പിന്നെ സാധനം കിട്ടാനിട്ട് പ്രശ്നം വേറെ. 70 ടോക്കൺ ഉള്ളവന് ആദ്യം കൊടുക്കുന്നു, 60 ടോക്കണിന് സാധനം കിട്ടിയിട്ടില്ല. വിളിച്ച് ഓർഡർ ചെയ്തൊക്കെ സാധനമില്ല. ആകെ അൽക്കുലത്ത്. പുതിയ റെസ്റ്റോറൻ്റ് അല്ലേ, ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ ഇത് ചെറുതല്ല. ഒരുവിധം അതായത് 100-ൽ 90 പേരും ഇതും പറഞ്ഞിട്ട് ചീത്തയും പറഞ്ഞിട്ട് പോയി. സാധനം കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ബുക്കിംഗ് ക്ലോസ് ചെയ്തു. ഇതെല്ലാം കൊടുത്ത് തീർത്തിട്ട് ഇനി അടുത്ത നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഡെലിവറി ബ്ലോക്ക് ചെയ്തു, എല്ലാം ബ്ലോക്ക് ചെയ്തു. നമ്മൾ 12:45 വരെ കാത്തു നിന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് വണ്ടി കയറി. പിന്നെ ആലോചിച്ചു, ഞാൻ ഇത് തിന്നാൻ വേണ്ടിയിട്ടല്ല പോയത്. എന്നാൽ പിന്നെ അങ്ങനെയല്ല, തിന്നിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെയും കാത്തു നിന്ന്. അപ്പോഴേക്ക് പിന്നെയും ആൾക്കാർ കൂടി, പിന്നെയും ബഹളമായി. അങ്ങനെ ഒരു 1:15 1:17 ആകുമ്പോഴേക്ക് ഒരു കാര്യം ഭാഗ്യം, ചിക്കൻ ബിരിയാണി തീർന്നു. പിന്നെയുള്ള ലഗോണും ബീഫും മട്ടനും അത് 30 വെച്ചേ ഉള്ളൂ പോലും. അങ്ങനെ അടിപിടി കൂടിയിട്ട് പാഴ്സൽ വാങ്ങിച്ചു 2 ലഗോൺ. ഈ ബ്ലോഗർ പറഞ്ഞ പോലെ 3000 പേർക്ക് അറേഞ്ച് ചെയ്യുന്ന സാധനം ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു 300 പേർക്കത് പിന്നെ നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. എത്ര പേരെന്നറിയാം. ഇന്ന് നോക്കിക്കോ, മൗത്ത് പബ്ലിസിറ്റിയിൽ ഏറ്റവും വേഴ്സ് റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ അവർ എല്ലാവരും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഫുഡ് എങ്ങനെയാണെന്ന് എനിക്ക് കഴിച്ചിട്ട് പറയാം. എനിക്ക് തോന്നുന്നുണ്ട് നല്ല ബിരിയാണി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ അത്രയും ഒരു വെള്ളിയാഴ്ച പിന്നെ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഫാമിലിനെയും കൂട്ടിയിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ ഇത്രയും ക്യൂവും ഭയങ്കരമായിട്ടുള്ള റഷ്, ഇതേപോലത്തെ പ്രശ്നങ്ങൾ, ആരെയും മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് നടത്താൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നം. മേലെ നിന്ന് ഇറങ്ങി വരുന്ന ആൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബീഫ് ബിരിയാണി വാങ്ങിച്ചിട്ട് രണ്ടാമത് ചോറ് കൊടുക്കും, മട്ടൻ്റെ സാധനങ്ങളൊക്കെ കൂടിയിട്ടാണ് വന്നത്. അതിപ്പോൾ അവന് ലാഭമായല്ലോ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല, മട്ടൻ കഴിക്കാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെ മാറിപ്പോയെന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അവരെ മോശപ്പെടുത്താനല്ല, പക്ഷേ ഇത് വലിയൊരു പാടാണ്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആൾക്കും ഫസ്റ്റ് നമ്മൾ ചിന്തിക്കണം, വെള്ളിയാഴ്ചയാണ്, ഒരുവിധം എല്ലാവർക്കും ലീവാണ്. ഇങ്ങനൊരു സംഭവം കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യാൻ എല്ലാവരും വരും. നിങ്ങളത് ഉൾക്കൊള്ളണം. ഇത്ര പേരെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്, അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാതെ പിന്നെ ഒരു 30 ആൾ വരുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇത്രയും വലിയൊരു അഡ്വർടൈസ്മെൻ്റൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് വളരെ ദയനീയമായിട്ട് ഒരുപാട് പേര്, ചെറിയ കുട്ടികളടക്കം എടുത്തു കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ തിരിച്ചു പോയി. കുറേ ചീത്ത പറഞ്ഞിട്ടാണ് പോകുന്നത്. വിളിച്ച് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർക്ക് പോലും സാധനമില്ല. എന്തോ ഭാഗ്യം 2 ബിരിയാണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ, വീട്ടിൽ കയറാൻ പറ്റില്ലായിരുന്നു. ഇനി കഴിച്ചിട്ട് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. എന്നാൽ പിന്നെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. BMR ബിരിയാണി മഖനി റെസ്റ്റോറൻറ്റ്. പായസമുണ്ട്, നമ്മുടെ ബീട്രൂട്ട് അച്ചാറുണ്ട്, നല്ല കാര്യം.
ചമ്മന്തി ഉണ്ട്. ഓഹോ, സെറ്റാണല്ലോ. പിന്നെ റൈത്ത കച്ചമ്പർ എന്ന് പറയുന്ന സാധനം ഉണ്ട്. 4 അത്യാവശ്യം പ്രീമിയം റെസ്റ്റോറൻറ്റൊക്കെ കൊടുക്കുന്ന സാധനമാണ്. ഒരു സീഫുഡിലൊക്കെ ലഗോൺ ബിരിയാണിക്ക് 22 രൂപയാണ്, ഇതിനും 22 രൂപയാണ്. അപ്പോൾ 22 രൂപ ഇത് കൊടുക്കണ്ടേ? ഇപ്പോൾ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിലൊക്കെ 16 രൂപയേ ഉള്ളൂ ലഗോൺ ബിരിയാണി. സോ 6 രൂപയുടെ ഡിഫറൻസ് ടേസ്റ്റിലും സാധനത്തിലും ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജെന്യുവൻ അഭിപ്രായം പറയുള്ളൂ. കാരണം എപ്പോഴും വിമർശനങ്ങളാണ് കൂടുതൽ വേഗത്തിൽ പോകാമെന്ന് കേൾക്കുന്നുണ്ട്. നല്ലത് ആർക്കും വേണ്ട. അങ്ങനെ ആർക്കും വേണ്ടെങ്കിലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, അല്ലേ? കേൾക്കുന്ന 10 പേർക്ക് അത് നല്ലത് എഫക്റ്റ് ആവുമെങ്കിൽ അത് നല്ലത്. സോ നല്ല ബിരിയാണി ഓക്കെ, കാണാൻ നല്ല ചേരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ അടിപൊളിയാണ്. പക്ഷെ എന്താ ചെയ്യുക, ഭാഗ്യമില്ല മണി, ഭാഗ്യമില്ല. ലഗോൺ എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ്. നാട്ടിൽ ചെന്നിട്ട് എന്തോരം കഴിച്ചിട്ടുണ്ടെന്നറിയാം. 2 പീസ് ചിക്കൻ ഉണ്ട്. മസാല കുറവാണ്. എന്തിനാണ് ഈ ചൂട്ടത്തധികം മസാല എന്നിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ റൈത്ത ഓപ്പൺ ആക്കുന്നുണ്ട്. അത്യാവശ്യം തിക്ക് സാധനമൊന്നും കുഴപ്പമില്ല. ബീട്രൂട്ട് അച്ചാർ കാണാനും വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ചമ്മന്തി വലിയ കുഴപ്പമില്ല. പായസം കുറച്ച് വെള്ളമുണ്ട്, അത് ചിലപ്പോൾ മറ്റേ കൈ കഴുകുന്ന സ്ഥലത്തായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഇത് അത്യാവശ്യം തിക്കല്ല, ലൂസാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെറുതെ ഒന്ന് ചോറ് മാത്രം കൂട്ടി ഒന്ന് കഴിക്കാം. ദൈവമേ കാത്തോന്നേ. റൈസ് അത് നമ്മളിപ്പോൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടാണ് ചെറുതൊരു അമർന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ, രസമാണ്. റൈത്ത, ബീട്രൂട്ട്, ചമ്മന്തി വെറുങ്ങനെ കഴിക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ചമ്മന്തി കൊള്ളില്ല. ബീട്രൂട്ട് ഒരു ഡേറ്റ്സ് ചേർത്തില്ല, വെറും ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ പച്ചച്ചുവ നല്ലോണം ഉണ്ട്. അതിൻ്റെ ചൊറുക്ക അത്യാവശ്യം ഒഴിച്ചുകൊണ്ട് തെറ്റില്ല. ആ പുളിയും ചെറിയൊരു എരിവും ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതല്ല നമ്മുടെ അച്ചാർ, തലശ്ശേരിയുടെ അച്ചാർ ഇതല്ല. ഓക്കെ, ഇനി റൈത്ത മാത്രം നമുക്കൊന്ന് എടുത്ത് നോക്കാം. കല്യാണ വീട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചോറ് മാത്രം ഒന്ന് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇറച്ചി നോക്കാം. നല്ലോണം വന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരു മസാലയില്ല, നമ്മുടെ സാധാരണ കല്യാണ വീട്ടിലൊക്കെ കാണുന്ന ആ ഒരു മസാലയൊന്നും ഇതിലില്ല. നോർമൽ മസാല. ചമ്മന്തി കൊള്ളത്തില്ല. ഈ ബീട്രൂട്ട് ഡേറ്റ്സ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കറക്റ്റ് പച്ച ചേർക്കുന്നുണ്ട് ബീട്രൂട്ട്. പിന്നെ അത്യാവശ്യം ചൊറുക്കയും ഇതൊക്കെ ഒഴിച്ചുകൊണ്ട് ചെറിയ പുളിയും ഉപ്പും മധുരമൊക്കെ ഉള്ള ചേർന്നുകൊണ്ട് ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒപ്പിക്കാം. റൈത്ത അടിപൊളി, കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഉണ്ട്. ഓവറോള് 22 റിയാലില്ല കേട്ടോ, ഒരു 16 റിയാൽ. അങ്ങനെ ഭക്ഷണം കഴിച്ചു, ലഗോൺ ബിരിയാണി. ആദ്യം പോസിറ്റീവ് പറയാം. നല്ല പോസിറ്റീവ്, അതിലുള്ള പായസം ഇച്ചിരി വെള്ളം പോലെ ഉണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവ് റൈത്ത, നമ്മൾ കച്ചമ്പർ എന്ന് പറയുന്ന റൈത്ത, അത് കല്യാണ വീട്ടിലെ പോലത്തെ നല്ല രസമുണ്ടായിരുന്നു. ഇനി നെഗറ്റിവിറ്റി പറയാം. ഇത് എൻ്റെ അഭിപ്രായമാണ്. നെഗറ്റിവിറ്റി, അതിൽ കൂടെ ചമ്മന്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൈസക്ക് ഒരു റിയാലിന് പോലും ഇല്ല, വളരെ മോശം. പിന്നെ ഉള്ളത് അച്ചാർ, നമ്മളെ ബീട്രൂട്ട് ഡേറ്റ് ഇല്ല, ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ. കറക്റ്റ് പച്ച ചേർക്കുന്നുണ്ട് ഇത് ബീട്രൂട്ടിൻ്റെ.
പിന്നെ ചൊറുക്കയുടെ അതിപ്രസരവും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ബിരിയാണി 22 റിയാലാണ് ബിരിയാണിക്ക്. മറ്റേ കാലിക്കറ്റ് ടേസ്റ്റിലൊക്കെ 16 റിയാലേ ഉള്ളൂ. സെയ്ത്തൂണിൽ ഇടയ്ക്കുണ്ടാവാറുണ്ട്, അത് 22 തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രൈസ് വെച്ചിട്ടാണ് ഇവർ ലഗോൺ പിടിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ പെട്ടി, അതായത് ബോക്സ് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും സാധാരണ ഒരു ബിരിയാണിക്ക്, അതുണ്ടായിട്ടില്ല. മസാല ഹെവി മസാല ഉണ്ടായിട്ടില്ല. ചില ആൾക്ക് മസാല ഇല്ലാണ്ടായിരിക്കും ഇഷ്ടം, അത് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് മസാല വേണം. ഒരു തലശ്ശേരിക്കാരനെന്ന നിലയിൽ മസാല വേണം, അതില്ല. പിന്നെ ചിക്കൻ ലഗോൺ ബിരിയാണി 2 പീസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചിക്കൻ തന്നെയായിരുന്നു, അതിൽ തെറ്റ് പറയാനില്ല. പിന്നെ മസാല ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബോക്സിൽ അടച്ചു വെച്ച് കൊണ്ടുവന്നതായിരിക്കാം, കുറച്ച് റൈസ് കുറച്ച് പ്രസ്ഡായിരുന്നു. പിന്നെ നല്ല ഉരുണ്ട് കിടക്കുന്നുണ്ടായില്ല, കുറച്ചൊന്നും അടിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ഓവറോൾ 22 റിയാലിന് ഇതൊരിക്കലും വേർത്തല്ല. ഇനിയിപ്പം ആ തിരക്കിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പറ്റിയതാവാം. പിന്നെ ബിരിയാണിയുടെ ഒരു സ്മെല്ല് പിന്നെ അവിടെയുള്ള സമയത്ത് സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അത് ബീഫും മട്ടനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഈ ചിക്കൻ ലഗോൺ ബിരിയാണിയിൽ ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല, നല്ല മസാല ഉണ്ടായിട്ടില്ല. ഈ 2 സാധനം കൊള്ളത്തില്ല. ഇത് ചമ്മന്തിയും അച്ചാറും കൊള്ളത്തില്ല. പായസമൊക്കെ ആയിരുന്നു. പിന്നെ റൈത്ത അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ കല്യാണ വീട്ടിലെ തലശ്ശേരിയിലേക്കുള്ള ബിരിയാണി കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ച ബ്ലോഗർമാരോട് ഇതല്ല തലശ്ശേരി ബിരിയാണി, ഇങ്ങനെയല്ല തലശ്ശേരി ബിരിയാണി കഴിച്ച് കാരണം ഞാൻ ഒരുപാട് സ്ഥലത്തു നിന്ന് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിൽ നിന്നുമായിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും എപ്പോഴും കഴിക്കലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. 22 റിയാലിന് പിന്നെ അതും ലഗോൺ ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ വൻ നഷ്ടമാണ്. അപ്പോൾ കഴിക്കാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇട ദിവസങ്ങൾ പോയിരുന്ന് കഴിച്ച് നോക്കാം. എന്തായാലും ലഗോൺ ഉണ്ടോ എന്നറിയില്ല, മറ്റുള്ള ബിരിയാണി കൂടെ ഒന്ന് കഴിച്ച് നോക്ക്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. 5-ൽ 2 മാർക്ക് കൊടുക്കാം, അത്രേ ഉള്ളൂ.